അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ് ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. അഭിവന്ദരും ആദരണീയരുമായ ഈ വേദിയുടെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന ജില്ലാ SKSFിൻ്റെ സർവാദരണീയരായ പ്രസിഡന്റ് അൻവർ ദാരിമി അവർകളെ, ഈ മഹൽ സംഗമത്തിന് പ്രാർത്ഥന കൊണ്ട് നമ്മെ അനുഗ്രഹിച്ച സമസ്തകാല ജമിയത്തുൽ ഉലമയുടെ ജില്ലാ പ്രസിഡന്റും നമ്മുടെ ആത്മീയ നായകനുമായ ഒക്കെ എംപിച്ചിക്കോയ തങ്ങൾ അവർകളെ, സ്വാഗതം ആശംസിച്ചിട്ടുള്ള ജില്ലാ ജനറൽ സെക്രട്ടറി സുലൈമാൻ, ഇവിടെ മുഖ്യപ്രഭാഷണം നിർവഹിക്കാൻ വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള ജാമിയ ദാറുസ്സലാം അൽ ഇസ്ലാമിയ നന്ദിയുടെ പ്രഗത്ഭനായ സന്തതി സുഹൈൽ ഐത്തമി പള്ളിക്കര, സംസ്ഥാന SKSFിൻ്റെ സെക്രട്ടേറിയറ്റ് മെമ്പറും ഇസ്ലാമിക ദഅവാ പ്രവർത്തനങ്ങളിൽ കാലിക നേതൃത്വം വഹിക്കുകയും ചെയ്യുന്ന അഭിവന്ദരായ മുജീബ് റഹ്മാൻ അൻസരി അവർകളെ, വേദിയിൽ സന്നിഹിതരായിട്ടുള്ള നമ്മുടെ പരിപാടിയുടെ അലങ്കാരങ്ങളായിട്ടുള്ള ഫാദർ ലുക്കോസ്, സനൽകുമാർ, ബഹുമാന്യരായ PKM ബാക്കവി, ഷരീഫ് ദാരിമി, മൊയ്തീൻ കുട്ടി റഹ്മാനി, അബൂബക്കർ ബാക്കവി, മൊയ്ൻ ഫൈസി, സൈദലവി റഹ്മാനി, സൈദലവി ഹാജ്, ഇബ്രാഹിം സാഹിബ് അടക്കമുള്ള വേദിയിലും സദസ്സുമൊക്കെ സന്നിഹിതരായിട്ടുള്ള ഏറെ പ്രഗത്ഭരായ വ്യക്തിത്വങ്ങളെ, സർവാദരണീയരായ സഹോദരങ്ങളെ, രാജ്യത്തിൻ്റെ 76ാമത് റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് നമ്മുടെ രാജ്യത്തിന് പുറത്തുമൊക്കെയായി 80 പ്രദേശങ്ങളിൽ ഈ വർഷത്തെ മനുഷ്യജാലിക വളരെ പ്രൗഢമായി നടന്നിരിക്കുകയാണ്. 20ാമത് മനുഷ്യജാലിക എന്ന പ്രത്യേകത കൂടി ഈ വർഷത്തെ മനുഷ്യജാലികക്കുണ്ട് എന്ന് നമുക്കറിയാം. അന്നിത് തുടങ്ങുമ്പോൾ ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യം രാഷ്ട്രരക്ഷയ്ക്ക് സൗഹൃദത്തിൻ്റെ കരുതൽ എന്നതാണ്. ആ പ്രമേയം ഇന്ന് വരെ മാറ്റാത്ത വിധം ഒരേ പ്രമേയത്തിൽ വർഷങ്ങളായി പരിപാടികൾ സംഘടിപ്പിക്കുന്ന ഏക വിദ്യാർത്ഥി പ്രസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് SKSF മാത്രമായിരിക്കും എന്നാണ് അതിൻ്റെ ഉത്തരം. ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യവും ഈ രാജ്യത്തിൻ്റെ പരമാധികാരവും ഈ രാജ്യത്തിൻ്റെ പാരസ്പര്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന പൗരന്മാരിവിടെ ഉണ്ടാകണമെന്ന് ഉദ്ഘോഷിക്കുന്ന ഏറ്റവും അനുഗ്രഹീതമായ ഒരു ചടങ്ങാണ് മനുഷ്യജാലിക എന്ന് പറയുന്നത്. നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യവും നമ്മുടെ രാജ്യത്തിൻ്റെ അധികാരങ്ങളുമൊക്കെ കൈവശപ്പെടുത്തുവാനും ഈ രാജ്യത്തെ വെട്ടിമുറിക്കുവാനും ഈ രാജ്യത്തെ അപകടപ്പെടുത്തുവാനും രാജ്യത്ത് 2 നൂറ്റാണ്ടിലേറെക്കാലം ഭരണം നടത്തുകയും ചെയ്ത വൈദേശികാധിപത്യത്തിൻ്റെ കരാളമായ ഹസ്തങ്ങളിൽ നിന്ന് ഈ രാജ്യത്തെ മോചിപ്പിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ നിർവഹിച്ചിട്ടുള്ള നമ്മുടെ മുൻഗാമികളായ മഹത്തുക്കളായ ആളുകൾ, അവരുടെ പ്രവർത്തനങ്ങളുടെ നീണ്ടു നിൽക്കുന്ന ആ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭ്യമായത് എന്ന് നമുക്കറിയാം. ഒരു സുപ്രഭാതത്തിൽ വൈദേശികന്മാർ തളികയിൽ വെച്ചുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം തിരിച്ചു തന്നതല്ല, മറിച്ച് ഒരുപാട് കാലങ്ങളിലൂടെയുള്ള ഗഹനമായ പോരാട്ടങ്ങളിലൂടെ ഈ രാജ്യത്തിന് നമ്മുടെ പ്രതാക്കളായ ആളുകൾ നേടിത്തന്നതാണ് ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. പക്ഷേ ആ സ്വാതന്ത്ര്യം നമുക്ക് ലഭ്യമായിട്ടും ഇന്ത്യ രാജ്യത്തിൻ്റെ ഒരു പരമാധികാരമുണ്ടാകാൻ ഒരു ഭരണഘടന അനിവാര്യമാണ് എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കേവലം 3 വർഷക്കാലം, അതിലേക്ക് കുറഞ്ഞ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഈ രാജ്യത്തിന് എഴുതി തയ്യാറാക്കിയ അതിമനോഹരമായ ലോകത്തെ എല്ലാ ഭരണഘടനകളെയും അതിജയിക്കുമാർ ഏറ്റവും പ്രഗത്ഭമായ ഒരു ഭരണഘടന 1950 നമ്മുടെ രാജ്യത്തിന് സമർപ്പിക്കുകയുണ്ടായി. ആ രാജ്യത്തിൻ്റെ ഭരണഘടന ഏറ്റവും മഹിതമായ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന
ഒരു സാഹചര്യത്തിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ അഭിവന്ദരായ നമ്മുടെ ഈ ഭരണഘടനയുടെ ശില്പിയാകുന്ന ഡോക്ടർ അംബേദ്കർ, ബാബാ സാഹിബ് അംബേദ്കറും അന്ന് അദ്ദേഹം പറഞ്ഞ ഒരു വർത്തമാനമുണ്ട്. എത്ര മനോഹരമായ ഭരണഘടനയാണെങ്കിലും ആ ഭരണഘടന കൈയാളുന്ന ആളുകൾ അക്രമകാരികളോ അധർമ്മകാരികളോ നീതി നിഷേധിക്കുന്നവരോ ആണെങ്കിൽ ആ ഭരണഘടന കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്ന് അദ്ദേഹം ദീർഘമായി അദ്ദേഹത്തിന്റെ ദീർഘദർശനം അദ്ദേഹം നൽകിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ ആ രീതിയിലുള്ള പരിതാപകരമായ സ്ഥിതിവിശേഷം നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഭരണഘടനാ സ്ഥാപനങ്ങളെപ്പോലും ഏറ്റവും വൃത്തിഹീനമായ രീതിയിൽ തങ്ങളുടെ അജണ്ട നടപ്പാക്കാൻ ആവശ്യമായ വിധത്തിൽ അതിനെയൊക്കെയും വർഗീയവൽക്കരിക്കുകയോ അല്ലെങ്കിൽ സ്വജനപക്ഷപാതം നിർവഹിക്കുന്ന വിധത്തിൽ അതിനാക്കി തീർക്കുകയോ ചെയ്യുന്ന ഭരണകൂടം നമ്മുടെ രാജ്യത്ത് ഭരണം കൈയാളുന്ന ഏറ്റവും അഭിശപ്തമായ ഒരു സാഹചര്യത്തിലൂടെയാണ് ഇന്ത്യ രാജ്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ ഇന്ത്യയുടെ പാർലമെന്റിനെ പോലും നോക്കി കുത്തിയാക്കി ഏറ്റവും മൃഗീയമായ രീതിയിൽ പ്രവർത്തനങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ അധിവസിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം 1947 ഈ രാജ്യം സ്വതന്ത്രമാകുന്ന സമയത്ത് ആരുടെയൊക്കെ കൈകളിലാണോ മുസ്ലിമീങ്ങളെ കൈകളിലുള്ള ആരാധനാലയങ്ങൾ മുസ്ലിമീങ്ങൾക്കുള്ളതാണ്, അതേപോലെ ഹിന്ദുക്കളുടെ കൈകളിലുള്ളത് അവർക്കുള്ളതാണ്, ക്രിസ്ത്യാനികളെ കൈവശമുള്ളത് അവർക്കുള്ളതാണ്. ഇനി ഒരാളും അതിൽ അധികാരം ഉന്നയിക്കരുത്, അതിൽ അവകാശ തർക്കമുണ്ടാകരുത് എന്ന് ഇന്ത്യയുടെ പാർലമെന്റിൽ നിയമം പാസാക്കിയവർ ഇന്ത്യയിൽ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ആലോചിക്കണം. കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുമ്പാണ് ഇന്ത്യയിലെ അജ്മീർ എന്ന് പറയുന്ന ഇന്ത്യയിലെ സുൽത്താൻ അധിവസിച്ചു കൊണ്ടിരിക്കുന്ന ഏത് ഭരണകൂടം അധികാരത്തിൽ വന്നാലും അവിടേക്ക് ആവശ്യമായതൊക്കെ കൊടുക്കുന്ന, അവിടേക്ക് ആവശ്യമായ എല്ലാം നൽകുന്ന ഒരു പാരമ്പര്യമുള്ള ഒരു നാട്ടിൽ മഹാനായിരിക്കുന്ന ഖാജ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി തങ്ങളുടെ അവിടുത്തെ ദർഗയെ പോലും ഈ ഒരു രീതിയിലുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്ന, തർക്കത്തിലേക്ക് കൊണ്ടുവരുന്ന, അതുപോലെ തന്നെ വ്യവഹാരങ്ങളിലേക്ക് കൊണ്ടുവരുന്ന അഭിശപ്തമായ ഒരു സാഹചര്യം നമ്മൾ കാണുകയാണ്. അങ്ങനെ ഒരു പരാതി കൊടുക്കുമ്പോ ഇന്ത്യയിലെ അവിടുത്തെ മുനിസിപ്പൽ കോടതി അതുപോലും ഫയൽ സ്വീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് ഇവിടെ നടക്കേണ്ടിയിരുന്നത്? അങ്ങനെ ഒരു ഹർജിയുമായി ഒരാൾ കടന്നു വരികയാണെങ്കിൽ അയാളെ കോടതിയെ ലക്ഷ്യം ആരോപിച്ചുകൊണ്ട് അയാൾക്ക് ആവശ്യമായ ശിക്ഷ കൊടുത്തുകൊണ്ട് തിരിച്ചയക്കേണ്ടതാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ നടക്കേണ്ടത്. കാരണം ഇന്ത്യയിലെ പാർലമെന്റ് പാസാക്കിയ ഒരു നിയമമുണ്ട്. ഇവിടെ 1947 എങ്ങനെയാണ് ഉണ്ടായിരുന്നത് അതേ സ്റ്റാറ്റസ് കോ നിലനിർത്തണമെന്ന നിയമം ഇന്ത്യയിൽ പാസാക്കിയിട്ടുണ്ട്. ആ നിയമം നിലനിൽക്കുമ്പോഴാണ് വിവിധങ്ങളായ ആരാധനാലയങ്ങൾക്ക് ആവശ്യമായ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് ചില ആളുകൾ ഈ രാജ്യത്തെ അസ്വസ്ഥമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, ഈ രാജ്യത്തിന്റെ ഭരണഘടന ഉണ്ടെങ്കിൽ പോലും ആ ഭരണഘടന കൈയാളുന്ന ആളുകൾ, അതിനെ ഉപയോഗപ്പെടുത്തുന്ന ആളുകൾ അനീതിക്ക് കൂട്ടി നിൽക്കുന്നവരാണെങ്കിൽ ഈ ഭരണഘടന കൊണ്ട് പ്രത്യേകിച്ച് കാര്യമുണ്ടാവുകയില്ല എന്ന് ബാബാ സാഹിബ് അംബേദ്കർ അന്ന് ദീർഘദർശനം ചെയ്തതുപോലെ ഇന്ന് രാജ്യത്ത് സംജാതമായി കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ ഈ ഭരണഘടനാ സ്ഥാപനമാകുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പോലും ഉപയോഗപ്പെടുത്തിയിട്ട് ഈ രാജ്യത്ത് ജനിച്ചു വളർന്നവരായ ആളുകളെ, ഈ രാജ്യത്തിന്റെ പൗരത്വമുള്ള ആളുകളെ, ഈ രാജ്യത്തിന്റെ പൗരന്മാരായ ആളുകളെ SIR-ന്റെ പേരിൽ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ബീഹാറിൽ നമ്മൾ കണ്ടു 60 ലക്ഷത്തിലേറെ വരുന്ന ആളുകൾ, കേരളത്തിൽ അത് 25 ലക്ഷത്തിലാണ്, തമിഴ്നാട്ടിൽ എത്രയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ത്യയിൽ അധിവസിക്കുക മാത്രമല്ല കാലങ്ങളായി വോട്ട് ചെയ്തിരുന്ന ആളുകളെ പോലും SIR എന്ന പേരിൽ ഒരു പ്രത്യേകമായ തീവ്രമായ ഒരു പരിഷ്കരണത്തിന്റെ ഭാഗമായി ലക്ഷക്കണക്കിന് ആളുകളെ അപരവൽക്കരിക്കുന്ന, പാർശ്വവൽക്കരിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ പ്രാപ്തമാകുന്ന രീതിയിൽ ഭരണഘടനാ സ്ഥാപനങ്ങളെ പോലും മാറ്റിക്കൊണ്ടിരിക്കുന്ന അതിദാരുണമായ ഒരു രാജ്യത്താണ് ഇപ്പോൾ നമ്മൾ അധിവസിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേ നമുക്കെന്താണ് ചെയ്യാൻ കഴിയുക? നമുക്ക് ഏറ്റവും പ്രതീക്ഷാപൂർവമുള്ളത് നമ്മുടെ ജുഡീഷ്യറിയാണ്. ബംഗാളിലെ
ആ SIR-മായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ സുപ്രീം കോടതി കയറിയപ്പോ സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് പറഞ്ഞത്, നിങ്ങൾക്ക് തോന്നുന്നത് പോലെ പ്രവർത്തിക്കാൻ ഇന്ത്യയിൽ അധികാരമില്ല എന്ന ഏറ്റവും നല്ല ഗഡ്സുള്ള തീരുമാനം സുപ്രീം കോടതി അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പ്രതീക്ഷാപൂർവം കാത്തിരിക്കാം. നമ്മുടെ രാജ്യത്ത് ജുഡീഷ്യറി നീതിയുടെ കൂടെയാണ് ഉണ്ടാവുക എന്ന്. ആ ജുഡീഷ്യറിയിൽ നമ്മൾ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. പിന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നമ്മളെ കണ്ട് കഴിയുന്നത്രയും ഉച്ചത്തിൽ ഈ സൗഹാർദ്ദം നിലനിൽക്കാൻ, ഈ രാജ്യത്തിന്റെ പൈതൃകവും പാരമ്പര്യവും നിലനിൽക്കാൻ ആവശ്യമായ രീതിയിൽ നമ്മൾ ഉച്ചത്തിൽ സംസാരിച്ചു കൊണ്ടേയിരിക്കണം. ഈ രാജ്യത്തിന്റെ പാരമ്പര്യം എന്ന് പറയുന്നത്, ഈ രാജ്യത്തിന്റെ പൈതൃകം എന്ന് പറയുന്നത് മുസ്ലിമും ഹിന്ദുവും ക്രിസ്ത്യാനിയും ജൂതനും ഭാഷിയും എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് മുന്നോട്ട് പോയതാണ് എന്ന് നമുക്കറിയാവുന്നതാണ്. ഈ രാജ്യത്തെ രണ്ടായി വെട്ടിമുറിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ആ സാഹചര്യത്തിൽ ജിന്ന എന്ന് പറയുന്ന പാകിസ്ഥാനിന്റെ രാഷ്ട്രപിതാവായ സഹോദരൻ ഈ രാജ്യത്തിലെ മുസ്ലിമീങ്ങളെ നോക്കിയിട്ട് നിങ്ങൾ പാകിസ്ഥാനിലേക്ക് വന്നുകൊള്ളുക, നിങ്ങൾക്ക് അവിടെ സുരക്ഷിതമായി നിൽക്കാമെന്ന് പറഞ്ഞപ്പോ ഈ സ്വതന്ത്ര ഭാരതത്തിന്റെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായ അബുൽ കലാം ആസാദിനെ പോലെയുള്ള മുസ്ലിമീങ്ങളായ ആൺകുട്ടികൾ അദ്ദേഹത്തോട് പറഞ്ഞത്, ഞങ്ങൾ ഇന്ത്യയിൽ ജനിച്ചവരാണെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഞങ്ങളും ഞങ്ങളുടെ സന്താന പരമ്പരയും ഇന്ത്യയിൽ തന്നെ നിലനിന്നുകൊള്ളാം, നിങ്ങൾ നിങ്ങളെ പണിയെടുത്തു പോയാൽ മതി എന്ന് പറയുന്ന ധീരമായ വർത്തമാനം പറഞ്ഞ ആ പിതാക്കന്മാരുടെ പാരമ്പര്യം പേറുന്ന ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ അഭിമന്യനായ ഖുശ്വന്ത് സിംഗ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയതുപോലെ 65% മുസ്ലിമീങ്ങള് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ പങ്കെടുത്തിട്ടുണ്ട് എന്ന് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ രാജ്യത്തെ കെട്ടിപ്പടുക്കുന്നതിലും സ്വാതന്ത്ര്യം നേടിത്തരുന്നതിലും ഏറ്റവും പ്രമാദമായ പങ്കുവഹിച്ച ഒരു സമൂഹത്തെ നോക്കിയിട്ട്, ഒരു സമുദായത്തെ നോക്കിയിട്ട് നിങ്ങൾ ഇവിടത്തുകാരിൽ നിന്ന് പറയാൻ കറക്ക ചില്ലറയൊന്നും തൊലിക്കെട്ടി മതിയാവുകയില്ല. ഈ രാജ്യത്തെ കെട്ടിപ്പടുക്കുന്നതിലോ സ്വാതന്ത്ര്യം വാങ്ങിത്തരുന്നതിലോ യാതൊരു പങ്കുമില്ലാതെ 2014 ശേഷമാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് എന്ന് വിചാരിക്കുന്ന അല്പജ്ഞാനികളായ ചില ആളുകൾ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചാരണങ്ങൾ നമുക്കറിയാവുന്നതാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല. അത്രമേൽ കുടിലമായ, അത്രമേൽ എല്ലാ രീതിയിലും കുടുസായ ചിന്താഗതിയുള്ള ആളുകൾ ഇന്ത്യ രാജ്യത്തെ ഏകമായ ഒരു ഭരണത്തിലേക്ക്, ഒരാളുടെ കീഴിലേക്ക് കൊണ്ടുപോകുന്ന ഏറ്റവും അഭിശപ്തമായ ഒരു സാഹചര്യത്തിലൂടെയാണ് ഇന്ത്യ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്താണ് നമ്മള് രാഷ്ട്രത്തിന്റെ രക്ഷ എന്ന് പറയുന്നത് സൗഹാർദ്ദത്തിലൂടെ മാത്രമേ സാധ്യമാവുകയുള്ളൂ എന്ന് ഏറ്റവും കാലികമായ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകുന്നത് നമുക്കറിയാവുന്നതാണല്ലോ. നമ്മുടെ ഈ രാജ്യത്തിന്റെ പ്രസിഡന്റ് ആയിരുന്ന ശങ്കർ ദയാൽ ശർമ്മ എന്ന് പറയുന്ന, ഈ രാജ്യത്തിന്റെ പ്രഥമ പൗരനായിരുന്ന ശങ്കർ ദയാൽ ശർമ്മക്ക് പഠിക്കാൻ ആവശ്യമായ, കോളേജിലേക്ക് പോകാൻ ആവശ്യമായ എല്ലാ ചെലവുകളും കൊടുത്തത് ഹൈദരാബാദിലെ നൈസാമുമാരായിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ എത്രയെത്ര കഥകളാണ് നമുക്ക് പറയാനുള്ളത്. ആ ചരിത്രങ്ങളെ പോലും വ്യഭിചരിക്കുന്ന രീതിയിൽ എച്ച്കോക്കിന്റെ ചില വാദഗതികളെ അദ്ദേഹം ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരം എഴുതാൻ വേണ്ടി ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ നിയോഗിച്ചപ്പോ കള്ളക്കടകൾ എഴുതി പിടിപ്പിച്ച അദ്ദേഹത്തിന്റെ വാക്കുകളെ എഴുന്നള്ളിച്ചു കൊണ്ടുവന്നുകൊണ്ട് യഥാർത്ഥമായ ചരിത്രത്തെ വ്യഭിചരിക്കുന്ന രീതിയിലുള്ള ചരിത്രങ്ങളെ ഇപ്പോൾ രചിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് ഈ രാജ്യത്തെ തകർക്കുമെന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. ഈ മനുഷ്യജാലികൾക്ക് പറയാനുള്ളത്, നമുക്ക് ശേഷവും നമ്മുടെ തലമുറക്ക് ഈ രാജ്യം സ്വതന്ത്രമായി, നമ്മുടെ ഏറ്റവും സൗഹാർദ്ദപരമായി, ഏറ്റവും സന്തോഷപരമായി നമ്മുടെ ഈ രാജ്യം മുന്നോട്ട് പോകണം. നമുക്ക് ശേഷം പ്രളയമെന്ന ഒരു കാഴ്ചപ്പാട് ഈ കാലത്തെ ഭരണകൂടത്തിനുണ്ടാവരുത്. അവർ ഭീകരതയുടെ ആളുകളാകരുത്, അവർ വർഗീയതയുടെ ആളുകളാകരുത്, അവർ സ്വജനപക്ഷപാതം ചെയ്യുന്നവരാകരുത്. അവർ എല്ലാ സമൂഹത്തിനും നീതി ഉറപ്പാക്കുന്നവരാകണം. എല്ലാ സമുദായത്തിനും നീതി കൊടുക്കുകയും എല്ലാ സമുദായത്തിനും ആവശ്യമായ നമ്മുടെ ഭരണഘടന നൽകിയിട്ടുള്ള അവകാശങ്ങളെ വകവച്ചു കൊടുക്കാൻ കെൽപ്പുള്ളവരും കഴിവുള്ളവരുമാകണം. അത്തരം ഭരണകൂടങ്ങൾ ഇന്ന് ഓർമ്മപ്പെടുത്തുവാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ നീലഗിരി ജില്ല സംഘടിപ്പിച്ചിട്ടുള്ള ഈ മനുഷ്യജാലികക്ക് എല്ലാവിധ ഭാവുകളും അർപ്പിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന തിരുവചനത്തില് ഈ പരിപാടി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് വആഖിറു ദഅവതന അൽഹംദുലില്ലാഹ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, SKSSF